ലണ്ടനിൽ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വിഷു ആണ് കേട്ടോ. ഇതായിരുന്നു എൻ്റെ വിഷു ലുക്ക്. ഇവിടുത്തെ എൻ്റെ കുറച്ച് മലയാളി ഫ്രണ്ട്സും കൂടെ കൂടിയിട്ട് നമ്മൾ സദ്യ കഴിക്കാനും അമ്പലത്തിലും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സാരി കൊടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയായി, അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി അവിടെ അടുത്തുള്ളൊരു പാർക്കിൽ പോയി. ഇത് അബു ഫോൺ സെറ്റ് ചെയ്തിട്ട് ഓടി വരുന്ന കേട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സദ്യ കഴിക്കാൻ പോയി. ഇതേ ചായക്കടയിലാണ് കേട്ടോ സദ്യ കഴിക്കാൻ പോയത്. ഒരു രക്ഷയില്ലാത്ത സദ്യയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ അടുത്ത് നാട്ടിൽ പോയി വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും തന്നെ അവരൊരുപാട് നാളായി നാട്ടിൽ പോയിട്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു നൊസ്റ്റാൾജിയും സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും. ഇത് അലീന എൻ്റെ കൂടെ പണ്ട് കൊച്ചിൻ മാരേജിൽ വർക്ക് ചെയ്താണ് കേട്ടോ. അവളിവിടെ ഉള്ളത് കൊണ്ട് കൂടെയാണ് എനിക്ക് ഇവിടെ വരാൻ ഇത്രയും ഇൻട്രസ്റ്റ്. ഞാനും കൃഷ്ണനും കോഴിക്കോട്ടുകാരായതുകൊണ്ട് നമുക്ക് നോൺ വെജ് ഇല്ലാത്തൊരു സദ്യ ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കനും ഫിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോൺ വെജ് സദ്യയുടെ കൂടെ കഴിക്കുന്നത് ആദ്യമായിട്ട് കാണാൻ കേട്ടോ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ്. അവർ ട്രിവാൻഡ്രവും വൈപ്പിനൊക്കെ ഉള്ളവരാണ്. അതുപോലെ ട്രിവാൻഡ്രം സ്പെഷ്യലായിട്ടുള്ള ബോളിയും പായസവും ഉണ്ടായിരുന്നു കേട്ടോ. 3 തരം പായസം ഉണ്ടായിരുന്നു. 3ഉം അടിപൊളി പായസമായിരുന്നു. ഞാനും കൃഷ്ണനും ആദ്യമായിട്ടാണ് ബോളിയും പായസം കൂടെ മിക്സ് ചെയ്തിട്ട് ഇലയിലിട്ട് കഴിക്കുന്നത്. എന്തുകൊണ്ടൊക്കെയോ ഇലയിൽ പായസം ഒഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത്തവണ ഞാൻ എല്ലാവരുടെയും കൂടെ ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ബോളിയും പായസം കൂടെ മിക്സ് ചെയ്തിട്ട് ഒട്ടും ഇഷ്ടമായിട്ടില്ല. ഞാൻ ബോളി സെപ്പറേറ്റ് കഴിക്കുന്നത് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. ചിലപ്പോൾ ഇവിടുത്തെ ബോളി കുറച്ച് ഹാർഡായതുകൊണ്ടായിരിക്കും എനിക്ക് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇഷ്ടമാവാഞ്ഞത്. പക്ഷെ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ പായസം കഴിച്ചു. അങ്ങനെ നല്ലൊരു വിഷു സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മളെല്ലാവരും അവിടുന്ന് പിരിഞ്ഞു. എല്ലാവർക്കും പിറ്റേ ദിവസം ക്ലാസ്സും വർക്കിങ്ങും ഒക്കെയാണ്. പെട്ടെന്നുണ്ടായ ഒരു വിഷു സെലിബ്രേഷനാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആർക്കും വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാവരും വന്നു. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നല്ലൊരു വിഷു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ ബിലേറ്റഡ് ഹാപ്പി വിഷു.